ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ആ പ്രതീക്ഷകളൊക്കെ നഷ്ടമാക്കിക്കൊണ്ടാണ് പല കുട്ടികളുടെയും ജീവിതം മുൻപോട്ട് പോകുന്നത്. പലപ്പോഴും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് എല്ലാവർക്കും തോന്നുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് പുറത്തു വരാറുള്ളത്. അത്തരത്തിലിപ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയിലും വല്ലാത്തൊരു വേദന തന്നെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ. ഈ വാർത്തകൾ കേട്ടുകൊണ്ട് അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ. ഇത്തരത്തിലുള്ള വാർത്തകൾ എത്ര വന്നാലും ആരും പഠിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ പുറത്തു വരുന്ന വാർത്തയെന്ന് പറയുന്നതാണ് സത്യം. എല്ലാവരും വേദനയോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. മലപ്പുറം സ്വദേശിയായ ഉണ്ണികൃഷ്ണനും ഭാര്യ ശാന്തയ്ക്കും 1.5 വർഷത്തിനു മുൻപ് അനുഭവിച്ചത് വലിയൊരു സന്തോഷമായിരുന്നു. അത് മകളുടെ വിവാഹമാണ്. മകൾ വൈഷ്ണവിയുടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം. എന്നാൽ വിവാഹം കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മകൾ ജീവിച്ചപ്പോൾ അതും സന്തോഷമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇപ്പോൾ ഇതാ ആ കുടുംബത്തെ തേടി ഒരു ഞെട്ടിപ്പിക്കുന്ന ദുഃഖവാർത്ത എത്തിയിരിക്കുകയാണ്. ജീവന് തുല്യം സ്നേഹിച്ച മകളുടെ മരണം സ്വാഭാവിക മരണമല്ല എന്നും കൊലപാതകമായിരുന്നു എന്നുമാണ് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. മകൾക്ക് സംഭവിച്ച വാർത്ത അറിഞ്ഞുകൊണ്ട് അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ ആ മാതാപിതാക്കൾ എന്ന് പറയുന്നതാണ് സത്യം. എന്താണ് മകൾക്ക് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല. മകളുടെ ഭർത്താവായിരുന്ന വ്യക്തിക്ക് മകളെ സംശയമായിരുന്നു. മകൾക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന് മരുമകനായ ദീക്ഷിത് സംശയിച്ചു. ഇതിനെ തുടർന്നാണ് ദീക്ഷിത്ത് പലതരത്തിലും മോശമായ രീതിയിൽ ഭാര്യയായിരുന്ന പെൺകുട്ടിയോട് പെരുമാറാൻ തുടങ്ങുന്നത്. അവിടെ മുതൽ തന്നെ ഈ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് സത്യം. ആരോടും ഒന്നും പറഞ്ഞില്ല. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും വിഷമിക്കില്ലേ? തന്നെ സഹിച്ചു. ഒടുവിൽ ഒട്ടും സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആ പെൺകുട്ടി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. ആശുപത്രിയിൽ കൊണ്ടുപോവുക പോലും ചെയ്തിരുന്നില്ല ഭർത്താവ്. പെൺകുട്ടിക്ക് ഒരു തലകറക്കം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒട്ടും വയ്യാതെ ആയിട്ടും അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഇവർ വരുന്നത് വരെ, അതായത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വരുന്നത് വരെ ആ പെൺകുട്ടിയെ വെറുതെ വീട്ടിൽ തന്നെ ഇരുത്തിയിരിക്കുകയായിരുന്നു ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കാരും. പിന്നീടാണ് ഈ വിവരമൊക്കെ ഇവർ അറിയുന്നത്. അറിഞ്ഞ പാടെ തന്നെ ഇവർ വീട്ടിലേക്കെത്തി. ആ സമയത്തേക്ക് പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത് സ്വാഭാവിക മരണമല്ല എന്നും കൊലപാതകമാണ് എന്നും മനസ്സിലാക്കിയെടുക്കുന്നത്. ഇതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ ഇല്ലാതാക്കിയവർക്ക് ശിക്ഷ കിട്ടണമെന്നാണ് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്.